ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. സോ നമ്മുടെ ഈദ് വീഡിയോ കുറച്ച് വൈകിപ്പോയി. ഞാനിവിടെ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് പ്ലം ഗ്ലോ ബൂസ്റ്റ് ഫ്രാഗ്രൻസ് ഫ്രീ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ടോണറാണ്. നെക്സ്റ്റ് വൺ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ന്യൂട്രിജിന ഹൈഡ്രോ ബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം. സോ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. സമ്മർ സീസണാണ്, ജസ്റ്റ് സൺസ്ക്രീൻ മാത്രം മതിയാവില്ല. നമുക്ക് സ്കിൻ കെയർ റുട്ടീൻ മസ്റ്റായി ഫോളോ ചെയ്തിരിക്കണം. ക്ലെൻസിങ്, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ. സോ അതിന് ബെസ്റ്റാണ് ന്യൂട്രിജിന ഹൈഡ്രോ ബൂസ്റ്റ് ക്യാപ്സുലിൻ സിറം. വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം മതി, വളരെ ക്വിക്കായി അബ്സോർബ് ആവുന്ന പ്രൊഡക്റ്റാണിത്. ഇന്നത്തെ നമ്മുടെ ഈദ് മേക്കപ്പ് ലുക്ക് വീഡിയോ ഈ സമ്മർ സീസണിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് സ്പെഷ്യലി സമ്മർ സീസണിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ടോണർ സ്പ്രേ ചെയ്ത ശേഷം അത് കംപ്ലീറ്റായി അബ്സോർബ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവൂ. സോ ടോണർ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് എങ്കിലും എടുക്കും നമുക്ക് കംപ്ലീറ്റായി സ്കിന്നിൽ അബ്സോർബ് ആവാൻ. അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ അതും അതുപോലെ ടൈം എടുത്തിട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവൂ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് റീസെൻ്റായി ഞാൻ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ എല്ലാവരും ഒരുപോലെ മസ്റ്റായി യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഇതൊരു സൺസ്ക്രീനാണ്. സോ നമ്മുടെ ഫേസിനുള്ള സൺസ്ക്രീനല്ല, നമ്മുടെ ലിപ്സിനുള്ള സൺസ്ക്രീനാണ്. ഇത് NMFE SPF 40+ ലിപ് കെയർ ആണ്. സോ റീസെൻ്റായി പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. ഈ സമ്മർ സീസണിൽ നമ്മുടെ ലിപ്സ് കൂടുതൽ പിഗ്മെൻറ്റേഷൻ ആവാതെ ആൻഡ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, നമ്മുടെ ലിപ്സിൻ്റെ ക്രാക്സ്, ഡാമേജസ് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല മോയ്സ്ചർ നൽകണമെങ്കിൽ നമ്മൾ മസ്റ്റായി ലിപ് കെയർ അപ്ലൈ ചെയ്തിരിക്കണം. അതിന് ബെസ്റ്റാണ് ഈ SPF അടങ്ങിയിട്ടുള്ള ഈ ലിപ് കെയർ. നമ്മുടെ CTM പ്രോസസ്സ് കഴിഞ്ഞു. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ കഴിഞ്ഞു ആൻഡ് ലിപ് കെയറും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ്റെ ബേസായ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇബ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ ആൻഡ് ഇത് പ്രീ മേക്കപ്പ് ബേസ് മാത്രമല്ല ഒരു മേജൽ ബേസും കൂടിയാണ്. സോ ഇത് നമ്മുടെ റെഗുലർ മേക്കപ്പ് ഒരു HD മേക്കപ്പായി ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അർഗൻ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ പ്രൈമർ എന്ന് പറയുന്നത് നമ്മുടെ പോർസ് ഹൈഡ് ചെയ്യാൻ മാത്രമല്ല, ഒരിക്കലും നമ്മുടെ പോർസ് നമുക്ക് കംപ്ലീറ്റായി നമ്മുടെ പെർമനൻ്റായി നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പോർസ് ഹൈഡ് ചെയ്ത് മേക്കപ്പിന് ഒരു പെർഫെക്റ്റ് സ്മൂത്ത് ലുക്ക് നൽകാനായിട്ടാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മുടെ മേക്കപ്പ് നമ്മുടെ ഫേസ് മുഴുവൻ ഒരുപോലെ സ്മൂത്ത് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയി നമുക്ക് മേക്കപ്പ് നിലനിർത്തണമെങ്കിൽ നമ്മൾ പ്രൈമർ മസ്റ്റായി നമ്മുടെ ഐ ഏരിയയിൽ നമ്മുടെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യണം. ബട്ട് കുറച്ച് പ്രൊഡക്റ്റ് മാത്രം എടുത്ത് നല്ല പോലെ അപ്ലൈ ചെയ്യണം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ആവുന്ന പ്രൊഡക്റ്റാണ്. ഒരു ബട്ടർ സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. പ്രൈമർ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റായി അബ്സോർബ് ആയതിനു ശേഷം മാത്രം മേക്കപ്പ് സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാവൂ. ആൻഡ് പ്രൈമർ അപ്ലൈ ചെയ്യാതെ ഒരിക്കലും ഫൗണ്ടേഷൻ ആൻഡ് മേക്കപ്പ് ഒരിക്കലും ചെയ്യരുത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ സമ്മർ സീസണിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഈദ് മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. കാരണം ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഈ സമ്മർ സീസണിൽ സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്ട്സ് ആണ്. ഫസ്റ്റ് വൺ സ്വിസ് ബ്യൂട്ടി ഷൈനി പേൾ വാട്ടർ ഡ്രോപ്പ് ബ്ലെമിഷ് ബാം ആണ്. സോ ഈ പ്രൊഡക്റ്റ് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവൂ. നെക്സ്റ്റ് വൺ ലാക്മി സൺ എക്സ്പെർട്ട് അൾട്രാമേറ്റ് ലോഷൻ SPF 50 PA++, ലൈറ്റ് നോൺ സ്റ്റിക്കി ആൻഡ് ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ലോഷനാണ്. സോ ഈ രണ്ട് പ്രൊഡക്ട്സ് നല്ല പോലെ മിക്സ് ചെയ്യണം. ലാക്മി അൾട്രാമേറ്റ് ലോഷൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ടൈപ്പ് സൺസ്ക്രീൻ ആണ്. സോ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വൈറ്റിഷ് ലുക്ക് തോന്നും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ബട്ട് നമ്മൾ നല്ലപോലെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. ആദ്യം നമ്മൾ രണ്ട് പ്രൊഡക്ട്സ് മിക്സ് ചെയ്ത് നല്ലപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ബട്ട് ടൈം എടുത്ത് വേണം നമ്മൾ എല്ലാ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്മഡ്ജ് ചെയ്യുമ്പോഴേക്ക് അത് പ്രൊഡക്റ്റ് ക്ലിയർ ആവും എന്ന് വിചാരിക്കേണ്ട. ടൈം എടുത്ത് വേണം മേക്കപ്പ് ചെയ്യാൻ. ഇവിടെ ഞാൻ 2 പ്രൊഡക്ട്സ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം, അതിനുശേഷം സ്വിസ് ബ്യൂട്ടി BB ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ബട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൈറ്റിഷ് ലുക്കാണ് ഇതുപോലെ പെട്ടെന്ന് തോന്നിയെങ്കിൽ നമ്മൾ ഫേസ് പോയി പെട്ടെന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പരിഹാരമുണ്ട്. ഫിംഗേഴ്സ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ആദ്യം നല്ല പോലെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് നല്ലപോലെ ഇതുപോലെ ഡാബ് ചെയ്യണം. ഡാം ബ്യൂട്ടി ബ്ലെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത പ്രൊഡക്ട്സ് നല്ലപോലെ സ്മച്ച് ചെയ്ത് ഒരു ഈവൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആൻഡ്
നമ്മുടെ ഫേസിൽ എക്സ്ട്രാ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അബ്സോർബ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ. സോ ഒരിക്കലും നിങ്ങളൊരു വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡറോ ഡ്രൈ ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡറോ ഒരിക്കലും യൂസ് ചെയ്യരുത്. സോ ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ പ്രോഡക്റ്റ് എല്ലാം നമുക്കൊരു ഈവൻ ലുക്കായി സ്മച്ച് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ആദ്യം പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് അതിനുശേഷം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ക്ലിയർ ആക്കി. ആൻഡ് നെക്സ്റ്റ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ലാക്മി 95 പ്രൈമർ പ്ലസ് മേറ്റ് ലിക്വിഡ് കൺസീലറാണ്. സോ ഇതിൻ്റെ ഷെയ്ഡ് 10 ഐവറി. നമ്മൾ സ്വിസ് ബ്യൂട്ടി BB ഫൗണ്ടേഷൻ ആൻഡ് ലാക്മി സൺസ്ക്രീൻ അൾട്രാമേറ്റ് ലോഷൻ രണ്ടും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ഫേസിലുള്ള എല്ലാം ഡാർക്ക് സർക്കിൾസ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. ബട്ട് ഐ മേക്കപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ കൺസീലർ എക്സ്ട്രാ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കൺസീലർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ കൺസീലർ സ്മച്ച് ചെയ്യാണ്. ആൻഡ് അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ കൺസീലർ എല്ലാം സെറ്റ് ചെയ്യാൻ ഞാനിവിടെ LA കളർ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റിംഗ് സ്പ്രേ നമ്മൾ മേക്കപ്പിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം. ബട്ട് മേക്കപ്പ് ഫിക്സർ എന്ന് പറയുന്നത് അറ്റ് ലാസ്റ്റ് മാത്രം, മേക്കപ്പ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രം സെറ്റിംഗ് സ്പ്രേ നമ്മൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് സ്പ്രേ ചെയ്യുക. ആൻഡ് നമ്മുടെ ഫേസ് മുഴുവൻ നമ്മൾക്ക് ഇതുപോലെ ഡാപ്പ് ചെയ്യാം. സെറ്റിംഗ് സ്പ്രേ ഡാം ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് സ്പ്രേ ചെയ്ത് നമ്മൾ ഇതുപോലെ ഡാപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മേക്കപ്പ് ലോങ് ടൈം സെറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഇത് സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ ഹീറ്റുള്ള ഒരു ടൈമാണ്. സോ നമ്മുടെ മേക്കപ്പ് പെട്ടെന്ന് സ്വെറ്റിംഗ് ആയതുകൊണ്ട് അത് സ്മജ് ആവാതെ കേക്ക് ആവാതെ നമുക്ക് ലോക്ക് ചെയ്യാനാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ കൺസീലർ നമ്മൾ നല്ലപോലെ ലോക്ക് ചെയ്ത്, ബട്ട് ഒരു പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും കൂടി ലോക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മെബ്ലിൻ ഫിറ്റ് മീ മേഡ് പ്ലസ് പോർലെസ് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അപ് ടു 12 hour ഓയിൽ കൺട്രോൾ കോമ്പാക്ട് പൗഡറാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ സമ്മർ സീസണിൽ നമ്മൾ മേക്കപ്പ് കൂടുതൽ ടൈം ലോക്ക് ചെയ്യാൻ, ഓയിലി ആവാതെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മുടെ സ്പൂലി യൂസ് ചെയ്ത് ഐബ്രോസ് ഒന്ന് കോം ചെയ്യുക. അതിനുശേഷം നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. ഐബ്രോസ് ഫിൽ ചെയ്യാൻ വെറ്റ് ആൻഡ് വൈൽഡ് അൾട്ടിമേറ്റ് ബ്രോ കിറ്റ് E963 ആഷ് ബ്രൗൺ ഷെയ്ഡാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഐബ്രോസ് കോം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഐബ്രോസിന് പെർഫെക്റ്റ് ഷേപ്പ് നൽകുന്നത് മാത്രമായിട്ടല്ല, നമ്മൾ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും ഈവൻ കോമ്പാക്ട് പൗഡർ ആയാലും സൺസ്ക്രീൻ ആയാലും നമ്മുടെ ഐബ്രോസിലുണ്ടാവും. സോ അത് ക്ലിയർ ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ഐബ്രോസ് ഫിൽ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കോം ചെയ്യുന്നത്. രണ്ട് ഐബ്രോസും ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ സ്പൂലി ബ്രഷ് യൂസ് ചെയ്ത് ഒരിക്കലും കൂടി നമുക്ക് കോം ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്മജ് ആവാത്ത പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആവും. ആൻഡ് ഇന്ന് ഞാൻ വാക്സ് ക്രീമല്ല യൂസ് ചെയ്യണത്, ജെല്ലാണ് യൂസ് ചെയ്യണത്. മെബ്ലിൻ ന്യൂയോർക്ക് ടാറ്റു ബ്രോ സ്റ്റൈലിംഗ് ജെല്ലാണ് യൂസ് ചെയ്യണത്. ഈ പ്രൊഡക്റ്റും ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ മേക്കപ്പ് ലോങ് ടൈം ഇതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് ആയാലും നമ്മുടെ ഐ മേക്കപ്പ് ആയാലും നമ്മുടെ ഫേസ് മേക്കപ്പ് ആയാലും ലിപ്സ്റ്റിക് ആയാലും നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എത്ര സമ്മർ ആയാലും ശരി, എത്ര ഹീറ്റ് കൂടിയാലും ശരി, നമ്മുടെ മേക്കപ്പ് നമ്മളായിട്ട് റിമൂവ് ചെയ്യുന്നത് വരെ അതുപോലെ ലോങ് സ്റ്റേ ചെയ്യാനാണ് ഇന്നത്തെ ഈ പ്രൊഡക്ട്സ് എല്ലാം. നെക്സ്റ്റ് നമ്മുടെ ബ്രഷ് സെറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ബ്രഷസ് എടുക്കാം. മെയിനായിട്ട് ഫ്ലഫി ബ്രഷ്, ഫ്ലാറ്റ് ബ്രഷ്, ഇങ്ങനത്തെ ബ്രഷസാണ് വേണ്ടത്. സോ ആദ്യം ഞാനിവിടെ ഒരു ഫ്ലഫി ബ്രഷാണ് എടുക്കുന്നത്. ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഐസിൻ്റെ ഡാർക്ക് സർക്കിൾസ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. കൺസീലർ യൂസ് ചെയ്ത് അത് സെറ്റ് ചെയ്തു, കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്ത്. ആൻഡ് ഇനി നമുക്ക് ആദ്യം ക്രീസ് ലൈനിൽ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. ഇത് സ്വിസ് ബ്യൂട്ടി മേക്കപ്പ് പ്രോ ഐ ഷാഡോ കളക്ഷനാണ്. സോ 100 ബ്യൂട്ടിഫുൾ കളേഴ്സ് ആയിട്ടുള്ള ഒരു കളക്ഷൻ പാലറ്റാണ്. ഇതിൽ ഞാൻ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യം ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് ക്രീസ് ലൈനിലാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബ്രഷിലേക്ക് എടുത്ത ശേഷം ആദ്യം നമ്മൾ ഔട്ടർ ലിഡിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണം. അതിന് ശേഷം മാത്രമേ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്യാവൂ. യൂസ് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ ആദ്യം തന്നെ ക്രീസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഐസ് മുഴുവൻ സ്പ്രെഡ് ആവും. സോ അതുകൊണ്ട് ആദ്യം ഔട്ടർ കോർണറിൽ ഡിപ്പോസിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് ഒരിക്കലും കൂടി പ്രോഡക്റ്റ് ജസ്റ്റ് 1 സ്വൈപ്പ് മാത്രമേ എടുക്കാവൂ. ആൻഡ് എബോ ഔട്ടർ കോർണറിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. മീൻസ് നമ്മൾ എബോ ഔട്ടർ കോർണറിൽ ഒരു പ്രൊഡക്റ്റും നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ക്രീസ് ലൈനിലേക്ക് അപ്ലൈ ചെയ്ത പ്രൊഡക്റ്റ് എബോ ഔട്ടർ കോർണറിലേക്കാണ്, എബോ ക്രീസ് ലൈനിലേക്കാണ് നമ്മൾ സ്മച്ച് ചെയ്യുന്നത്. അതുപോലെ നോക്കുമ്പോൾ നമ്മൾ ഐബ്രോസിൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റും ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ സ്മച്ച് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് അവിടെ വരെ നമ്മൾ സ്മച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് NK മേക്കപ്പ് ബർത്ത്ഡേ കേക്ക് പാലറ്റിൽ ഈ ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് അത്രയും മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സാണ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് അങ്ങനെയൊക്കെ. സോ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഐ മേക്കപ്പ് ലുക്സാണ് ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ക്രിയേറ്റ് ചെയ്യാറ്. ആദ്യം ഔട്ടർ കോർണറിൽ നമുക്ക് ഈ കളർ അപ്ലൈ ചെയ്യാം. ഔട്ടർ ലിഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ്
നമ്മൾ ജസ്റ്റ് എടുത്ത് അതുപോലെ തന്നെ നിങ്ങൾ ഡാപ്പ് ചെയ്യരുത്. നമ്മൾ പതിയെ വേണം ഡാപ്പ് ചെയ്ത് പ്രൊഡക്റ്റ് അവിടെ ഫിക്സ് ചെയ്യാൻ. ആൻഡ് അതുപോലെ ഫിക്സ് ചെയ്ത ശേഷം വളരെ പതിയെ സെയിം ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ക്രീസ് ലൈനിലേക്ക് സ്മച്ച് ചെയ്യണം. സോ 2 ഐസിലും ഞാൻ അതുപോലെ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ബട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഇഷ്ടമുള്ളൊരു പാർട്ടാണ് കട്ട് ക്രീസ് ചെയ്യുന്നത്. കൺസീലർ യൂസ് ചെയ്ത് നമുക്ക് കട്ട് ക്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇന്നർ കോർണറിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാം. കൺസീലർ യൂസ് ചെയ്ത് കട്ട് ക്രീസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ലൂസ് പൗഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്ലന്റ് പൗഡർ യൂസ് ചെയ്ത് നമ്മൾ കൺസീലർ സെറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിത് ഈ ഷെയ്ഡാണ് സെലക്ട് ചെയ്യുന്നത്. ഡ്രസ്സിന് മാച്ച് ആവുന്ന ഈ ഷെയ്ഡാണ്. ഇത് ലിറ്റിൽ ബിറ്റ് ഷിമറി ടൈപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ആ ഷെയ്ഡ് ഞാൻ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ കട്ട് ക്രീസ് ചെയ്തില്ല അവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് നല്ലപോലെ ഇന്നർ ലിഡിൽ നമ്മൾ ഇന്നർ കോർണറിൽ മുഴുവൻ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ബ്രഷിൽ നെക്സ്റ്റ് ഇനി ഒരു പ്രൊഡക്റ്റും എടുക്കുന്നില്ല. ആൻഡ് നമ്മൾ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് ഈ പ്രോഡക്റ്റ് നമ്മുടെ ഔട്ടർ കോർണറിലേക്ക് നമ്മൾ സ്മച്ച് ചെയ്യുകയാണ്. നമ്മളൊരു ഈവൻ ലുക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ പാക്ക് ബോർഡർ പോലെ നമ്മുടെ ബോർഡർ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. രണ്ടും നമുക്ക് നല്ല പോലെയാണ് ഇത് സ്മച്ച് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സ്മജ് ആയിട്ടില്ല എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ക്രീസ് ലൈനിൽ അപ്ലൈ ചെയ്ത് ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് മുഴുവൻ നമ്മുടെ ഫിംഗേഴ്സിൽ നമ്മുടെ കൈയിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് മുഴുവൻ റിമൂവ് ചെയ്ത ശേഷം ഇതുപോലെ വളരെ സോഫ്റ്റായി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്മച്ച് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഒരു സോഫ്റ്റ് ഈവൻ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഈ ലിറ്റിൽ ബിറ്റ് ഷിമറി ആയിട്ടുള്ള ഈ കളറാണ് ഞാനിവിടെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഐബ്രോസ് നമ്മൾ പൗഡർ യൂസ് ചെയ്ത് ഷേപ്പ് ചെയ്താൽ മാത്രം മതിയാവില്ല. അത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഹൈലൈറ്റർ അല്ലെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഏതെങ്കിലും നമുക്ക് ഷിമറി ടൈപ്പായിട്ടുള്ള ഐ ഷാഡോ കളർ യൂസ് ചെയ്താലും മതി. ആൻഡ് നമ്മുടെ ആർച്ച് ഏരിയ ഉണ്ട് അവിടെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഇത് നൈക്ക ബ്ലാക്ക് മാജിക് കാജലാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് കാജൽ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. കാജൽ കുറച്ച് തിക്കായി വേണം ഇനി നമ്മുടെ ഈ ഐ മേക്കപ്പ് ലുക്കിൽ ഞാൻ കണ്ണെഴുതുന്നത്. കാരണം നമ്മുടെ ഐ മേക്കപ്പ് ലുക്ക് ഇന്ന് അങ്ങനെയാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നർ കോർണർ ടു ഔട്ടർ കോർണർ ഒരുപോലെ ഞാനിവിടെ അപ്ലൈ ചെയ്യണത് തിക്കായി. ആൻഡ് ഞാൻ ഫസ്റ്റ് ഇവിടെ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് ആ കളറാണ്. ജസ്റ്റ് ഈ സ്മോൾ ബ്രഷ് യൂസ് ചെയ്ത് സ്മജ് ബ്രഷാണ് നമ്മുടെ കാജലിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നത്. സ്മച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 2 ടൈംസ് മാത്രം നമ്മൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫേക്ക് ഐലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റായി ഞാനിവിടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് മെബ്ലിൻ ന്യൂയോർക്ക് ദി കൊളോസൽ ബോൾഡ് ലൈനർ ഐലൈനറാണ്. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. ആൻഡ് വളരെ തിൻ ലെയറായിട്ടാണ് ഞാനിവിടെ ഐലൈനർ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഐ മേക്കപ്പിൻ്റെ കളേഴ്സിൻ്റെ ഭംഗി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് വളരെ തിൻ ലെയറായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ കളറാണ് സെലക്ട് ചെയ്യുന്നത്. സെയിം സ്വിസ് ബ്യൂട്ടി പ്രോ ഐ ഷാഡോ പാലറ്റിൽ ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബ്രോ ബോൺ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത് സെയിം കളർ തന്നെ യൂസ് ചെയ്യാം. ബട്ട് ഡിഫറെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഭംഗി വേറെ തന്നെയാണ്. ഫേക്ക് ഐലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബട്ട് മസ്കാര മസ്റ്റാണ്. ഇത് സ്വിസ് ബ്യൂട്ടി പ്രൊഫഷണൽ മേക്കപ്പ് സ്നാപ്പ് ഷോട്ട് ലാഷ് ലുക്ക് റെഡി മസ്കാര ആണ്. സോ മസ്കാര ഇതുപോലെ നിങ്ങൾ നല്ല ഡീപ്പായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെയിം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേക്ക് ഐലാഷസ് വെച്ച് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം എടുത്ത് വളരെ സ്ലോ ആൻഡ് വളരെ ജെൻറ്റ്ലിയായി നമ്മുടെ ഐ മേക്കപ്പ് സ്പോയിലൊന്നും ആവാതെ മസ്കാര അപ്ലൈ ചെയ്യാണ്. സോ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. മസ്കാര ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ലാഷസിന് നല്ലപോലെ മസ്കാര കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഡിഫറൻസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഫേക്ക് ലാഷസ് ഒന്നും യൂസ് ചെയ്തത് നമ്മുടെ നാച്ചുറൽ ലാഷസ് ഇതുപോലെ നമ്മൾ മസ്കാര ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇനി നമുക്ക് 2 ഐസ്റ്റം ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് കോൺട്യൂർ ചെയ്യാം. ഇത് നൈക്ക 07 ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. കോൺട്യൂർ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോൺസർ യൂസ് ചെയ്യാം, കോൺട്യൂർ പാലറ്റ് യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഇത് കുറച്ചായി ഞാൻ ഈ പ്രോഡക്റ്റ് ഇതുപോലെ യൂസ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. നല്ല നാച്ചുറൽ ലുക്ക് നൽകുന്ന ഒരു കോൺട്യൂർ ഷേപ്പ് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ അതുകൊണ്ടാണ് നൈക്ക 07 ഫൗണ്ടേഷൻ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ ഡാപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിവിടെ നൈക്കയുടെ കോൺട്യൂർ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് നോസിൻ്റെ 2 സൈഡ്സ് ജസ്റ്റ് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത കോമ്പാക്ട് പൗഡർ ആൻഡ് നമ്മുടെ ചീക്ക് ബോൺസ് ജോ ലൈൻ നമ്മൾ കോൺട്യൂർ യൂസ് ചെയ്യണം. അതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ സെൻറ്ററിൽ
ഇതുപോലെ ജസ്റ്റ് കുറച്ച് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മുടെ ചീക്ക് ബോൺസ്, നമ്മുടെ ജോ ലൈന് നമുക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്യാനാണ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടി പ്രോ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റ് പാലറ്റിൽ ഈ കളറാണ് യൂസ് ചെയ്യുന്നത്. സെയിം ഡാം ബ്യൂട്ടി ബ്ലെൻഡർ ഒരു ബ്രഷ് ഒന്നും യൂസ് ചെയ്തത് തന്നെ, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യാം. സോ ഡാം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ഈ ഷെയ്ഡ് ചീക്സിൽ ബ്ലഷായി അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് ബ്ലഷും യൂസ് ചെയ്ത് അല്ലെങ്കിൽ ക്രീം ബ്ലഷ് യൂസ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാം. ബട്ട് നമ്മൾ ഏത് പൗഡർ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്തായാലും മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യും. സോ നമ്മൾ അപ്ലൈ ചെയ്ത പ്രൊഡക്ട്സ് ലോങ് ടൈം നമുക്ക് ലോക്ക് ചെയ്യാൻ ജസ്റ്റ് ആ മേക്കപ്പ് ഫിക്സർ മാത്രം മതി. നിങ്ങൾക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ പൗഡർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിക്ക് പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ക്രീം പ്രൊഡക്ട്സ്, ഏത് വേണമെങ്കിലും നമുക്ക് മേക്കപ്പിൽ യൂസ് ചെയ്യാം. നമ്മുടെ ലിപ്സിലുള്ള എന്ത് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് റിമൂവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ NMFE ലിപ് കെയർ യൂസ് ചെയ്യും. അതിനുശേഷം ഫൗണ്ടേഷനായി കൺസീലർ, കോമ്പാക്ട് പൗഡർ, സെറ്റിംഗ് സ്പ്രേ എല്ലാം നമ്മുടെ ലിപ്സിലായി അതെല്ലാം ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് നല്ല ബോൾഡ് ലുക്കായിട്ടുള്ള ഐ മേക്കപ്പ് എങ്കിൽ നമ്മുടെ ലിപ്സ് നല്ല ന്യൂഡായിരിക്കണം. നമ്മുടെ ഐ മേക്കപ്പ് ന്യൂഡെങ്കിൽ നമ്മുടെ ലിപ്സ് നല്ല ബോൾഡായിരിക്കണം. സോ ഇന്നത്തെ എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത് നല്ല ബോൾഡ് ഐ മേക്കപ്പ് ലുക്കാണ്. സോ അതുകൊണ്ടാണ് ലിപ്സ് ഒരു ന്യൂഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടി ബോൾഡ് മേറ്റ് ലിപ് ലൈനർ ചോക്കോ ന്യൂഡ് 03 ഷെയ്ഡ് ലിപ് ലൈനറാണ് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇബ M90 ന്യൂഡ് അലർട്ട് ലിപ്സ്റ്റിക്കാണ്. ഇതും വളരെ ലൈറ്റ് ഷെയ്ഡാണ്. ഇതാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ മേക്കപ്പ് ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യാൻ. ലാസ്റ്റ് പാർട്ട് മിക്സായി. സോ ലാസ്റ്റ് ഞാനിവിടെ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്തിരുന്നത്. സ്വിസ് ബ്യൂട്ടി മേക്കപ്പ് ഫിക്സർ അലോവേര വിത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്ത് മേക്കപ്പ് നല്ലപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇത്രയും ചൂടിൽ ഒരു സ്വെറ്റ് പ്രൂഫ് മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ വരെ കാണാത്ത മുടി ഇത്രയും എങ്ങനെ വന്നു എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രോഡക്റ്റ്. സോ നമ്മുടെ അഗാരോ ഹെയർ ഡ്രയർ സ്റ്റൈലിംഗ് യൂസ് ചെയ്തിട്ടാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത്. ഓൾറെഡി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഹെയർ എങ്ങനെ നമുക്ക് വോല്യൂം ഇൻക്രീസ് ചെയ്യാനുള്ളത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡ്സ് ബാങ്ക്സ് ഇതുപോലെ ഹെയർ മുഴുവൻ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആൻഡ് ഇത്രയും ചൂടാണ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിലോ സോ 1 സൈഡ് നമുക്ക് ഹെയർ നമുക്ക് ടിക്ടോക്ക് സ്ലൈഡ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യാം. ആൻഡ് അതർ സൈഡ് ബാങ്ക്സ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളുടെ ഷോളിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ടാൽ മതി. സോ നമ്മുടെ ബാങ്ക്സും വിസിബിൾ ആവും ആൻഡ് നമ്മുടെ ലോങ് ഇയറിങ്സും വിസിബിൾ ആവും. ഇത്രയും ലോങ് ഇയറിങ്സ് ഇട്ടിട്ട് നമ്മൾ ഷോൾ ഇട്ടിട്ട് മറിക്കേണ്ട ആവശ്യം. നമ്മുടെ ഷോൾ സെക്യൂർ ആയി കഴിഞ്ഞു ആൻഡ് നമ്മുടെ ബാങ്ക്സും വിസിബിളാണ് ആൻഡ് നമ്മുടെ ഇയറിങ്സും വിസിബിളാണ്. എല്ലാവർക്കും ഒരിക്കലും കൂടി വിഷ് എ ഹാപ്പി ഈദ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.